ചായ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് വെട്ടി കൊന്നിട്ട് പോണ പോക്കാണ്. ഒരു കുസലും ഇല്ലാതെ ചോര ഇപ്പോഴും ആ നൈറ്റിൽ തളം കെട്ടി കിടക്കണം. എന്തൊക്കെയാണല്ലേ. അമ്മായിമ്മ പോരെന്നൊക്കെ പറഞ്ഞ് പണ്ടേ കിട്ടിയിട്ടുണ്ട്. ഒരു ചായ ചോദിച്ചാൽ കൊടുക്കില്ല. ഇത്ര അടിമപ്പണിയും ചെയ്യിച്ചിട്ടും പോരാ, സമയത്ത് കിട്ടിയിട്ട് ഇങ്ങനെ ക്രൂരമായി ദ്രോഹം ചെയ്യുന്ന അമ്മായിമാരും ഉണ്ട്. എന്ന് വെച്ച് ചായ കൊടുക്കാതിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണുമായിരിക്കും. എന്ന് വെച്ച് മോട്ടീവ് ചെയ്ത് ഒരാളെ കൊല്ലാനുള്ള അധികാരം ഇല്ല, ആക്രമിക്കാനുള്ള അവകാശവും ഇല്ല. എന്നിരുന്നാൽ പോലും ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്ന് പോലും അധികം ആർക്കും അറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സൈക്കോ സ്വഭാവമുള്ള ആളുകളുടെ അടുത്തൊന്നും ഇടപഴകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും ഈ സൈക്കോ സ്വഭാവം ഉണ്ട് എന്നെനിക്ക് ആ സ്ത്രീക്ക് മനസ്സിലായില്ല. അതായത് മരുമോൾക്ക് പണ്ടേ മനസ്സിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്ത് ജീവിക്കുന്നേക്കാളും ഭേദം വേറെ ഒരിടത്ത് മാറി താമസിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ പെട്ടുപോയാലും, പ്രത്യേകിച്ച് നമുക്ക് ഈ അമ്മായിമ്മ എന്ന് മാത്രമല്ല, ഭർത്താവായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഈ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം പൊതുവേ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം, നമ്മളിങ്ങനെ ടോർച്ചറുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കുക. കാരണം പിന്നീട് നമുക്ക് ജീവൻ പോലും ആപത്താവും. അങ്ങനെ ഈ മരുമോൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മരുമോളൊന്നും ജീവിച്ചിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. എന്തെങ്കിലും ദുഷ്ട സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് മാറുന്നതാണ്